ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, താങ്കൾ ആരാണ്, താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഇതിങ്ങനെ വെച്ച് നോക്കാം. താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? താങ്കളുടെ ഇപ്പോഴത്തെ എനർജി 9 ഓഫ് സോഡാണ്. 9 ഓഫ് സോഡ് വെച്ചാൽ താങ്കൾ വളരെയധികം രാത്രി കാലങ്ങളിൽ വളരെയധികം വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്, ദുഃഖകരമായിട്ടിരിക്കുന്നു, ഉറക്കമില്ലാതെ കരയുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ താങ്കളുടെ പൂർവ്വകാല കാര്യങ്ങൾ, താങ്കളുടെ ലൈഫിൽ പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം. എന്തായാലും താങ്കൾ വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. താങ്കളുടെ സാമ്പത്തിക അവസ്ഥ ജസ്റ്റിസ് എന്ന മേഖലാർക്കുന്ന കാർഡാണ്. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് താങ്കൾക്ക് വളരെയധികം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് നിലയിലാണ് സാമ്പത്തികം നിൽക്കുന്നത്, കുഴപ്പമില്ല. താങ്കളുടെ ഹെൽത്ത് പരമായിട്ട് എന്താണ്? താങ്കളുടെ ഹെൽത്ത് പരമായിട്ട് വളരെ കുഴപ്പമില്ല. നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. താങ്കൾക്ക് ഹെൽത്തും വളരെ നല്ലൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല. ഇനി താങ്കൾ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. താങ്കളുടെ റിലേഷൻഷിപ്പ് 7 ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. എന്തായാലും വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ. അതിനും ഇത് ഇപ്പോഴും താങ്കൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ ഉടനെയൊന്നും അതൊരു ആക്റ്റീവ് ആകുന്നൊരു ലക്ഷണം കാണുന്നില്ല. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി താങ്കൾക്കുള്ള ബ്ലോക്കേജ് എന്താണെന്ന് നോക്കട്ടെ. താങ്കളുടെ ലൈഫിലുള്ള ബ്ലോക്കേജ് എന്താണ്? താങ്കളുടെ ലൈഫിലുള്ള ബ്ലോക്കേജ് താങ്കൾക്ക് ഒരു ആപ്റ്റായ സ്യൂട്ടായ ഒരു ലൈഫ് പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണ്. അതാണ് താങ്കളുടെ ലൈഫിലെ ബ്ലോക്കേജ്. ഓക്കെ, ഇത് കണ്ടറിയാം. ലവ് ഓഫ് കാർഡാണ്, അതുപോലെ തന്നെ മേജറാക്കാർക്കാരാണ്. അപ്പോൾ താങ്കളുടെ ലൈഫിൽ താങ്കൾക്ക് വിശ്വസ്തമായ താങ്കളുടെ എനർജിക്കത്ത അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് പാർട്ട്ണർ താങ്കളുടെ ലൈഫിലില്ല. അതാണ് താങ്കളുടെ ബ്ലോക്കേജ്. എൻ്റെ കാര്യം താങ്കൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഇനി യൂണിവേഴ്സ് എന്താണ് താങ്കൾക്ക് തരുന്ന മെസ്സേജ്? യൂണിവേഴ്സ് മെസ്സേജാണ് 9 ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. അതായത് തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ ഭാവിയിലേക്ക് നല്ലൊരു സാമ്പത്തിക അവസ്ഥ താങ്കൾക്ക് വരുന്നുണ്ട്. സാമ്പത്തികത്തിൽ അതേപോലെ നല്ല റിച്ചായിട്ട് പോകുന്നൊരവസ്ഥയാണ്. നല്ലൊരു എനർജിയാണ് കാണുന്നത്, നല്ലൊരു ഫെമിനിൻ എനർജിയായിട്ടാണ് കാണുന്നത്. പിന്നെ താങ്കളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്താണ് നോക്കട്ടെ. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വൈകാരികമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കുറച്ച് കാലത്തിൽ തന്നെ താമസിയാതെ തന്നെ ഒരു നല്ലൊരു സിറ്റുവേഷൻ വന്ന് ചേരുന്നതാണ്. അപ്പോൾ അതിലെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. താങ്കളുടെ ലൈഫ് അല്ലെങ്കിൽ താങ്കളുടെ പാർട്ട്ണർക്ക് തിരിച്ചു കിട്ടാനായിട്ട് അല്ലെങ്കിൽ താങ്കളുടെ ലൈഫിൽ കയറാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദ മജീഷ്യനാണ്. താങ്കൾ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രയർ ചെയ്യുക, അതേപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. താങ്കൾക്കുള്ള കഴിവുണ്ട്, മാനിഫെസ്റ്റ് എടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ താങ്കൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്കൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ 5 സെൻസ് ഓർഗൻസ് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും കിടക്കാൻ പോകുമ്പോഴാണെങ്കിലും നമ്മളുടെ ആൽഫ സ്റ്റേജിൽ താങ്കൾക്ക് എന്താണോ ആഗ്രഹം, ആ ഒരു ആഗ്രഹം താങ്കൾ ഫീൽ ചെയ്യുക. നന്നായിട്ട് മനസ്സിൽ കാണുക, അത് കണ്ണുകൊണ്ട് കാണുക. അതേപോലെ തന്നെ ആ താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചതിന് എന്ത് തന്നെയാണെങ്കിലും അതിന് സ്വീറ്റ്സ് ആർക്കും കൊടുക്കുന്നതായിട്ടോ, സ്വീറ്റ്സ് ഡെലിവറി ചെയ്യുന്നതായിട്ടോ, സ്വീറ്റ്സ് തരുന്നതായിട്ടോ അതിൻ്റെ രുചി അറിയുക. അതേപോലെ തന്നെ അത് സ്മെല്ല് എന്താണെങ്കിലും അതിനൊരു സ്മെല്ല്, ഏതെങ്കിലും ഒരു തരത്തിലൊരു സ്മെല്ലുള്ള സംഭവമാണെങ്കിൽ അത് സ്മെല്ല് ചെയ്യുക. സപ്പോസ് ഇപ്പോൾ ജോലിയാണെങ്കിൽ ആ ജോലിക്ക് പോസ്റ്റർ കവർ കൊണ്ടുവന്നതും ആ കവർ പൊട്ടിക്കുന്നതും അതിൻ്റെ സ്മെല്ല് മണക്കുന്നതും ആ പേപ്പർ വായിക്കുന്നതും, അതേപോലെ വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ വിളിച്ച് ജോലി കിട്ടിയാലും പറയുന്നതും, അപ്പോൾ ശമ്പളം കിട്ടുന്നതും, പിന്നെ അതിന് സ്വീറ്റ്സ് വാങ്ങിച്ച് കൊടുക്കുന്നതും, അതൊക്കെയാണ്. അപ്പോൾ അവിടെ സ്വീറ്റ്സ് വാങ്ങിച്ച് തരുമ്പോൾ നമ്മൾക്ക് ടങ് കൊണ്ടുള്ള ടേസ്റ്റ് അറിയുന്നുണ്ട്, അത് പേപ്പർ കിട്ടുമ്പോൾ കാണുന്നുണ്ട്, വിളിച്ച് പറയുമ്പോൾ അത് നമ്മൾ നാവ് കൊണ്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നമ്മൾ നമ്മൾ ആ കിട്ടുമ്പോൾ എല്ലാവരുടെയും ആഘോഷം അമ്മയും അച്ഛനെയൊക്കെ കെട്ടിപ്പിടിക്കുന്ന അതൊരു സ്കിൻ കൊണ്ടുള്ള നമ്മുടെ ഫീൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അവിടെ ഫീൽ ഉണ്ടാവുന്ന പോലെ കേൾക്കുമ്പോൾ അവിടെ കേൾക്കുന്നുണ്ട്. അമ്മ എനിക്ക് ജോലി കിട്ടുന്ന പറയുമ്പോൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം 5 സെൻസ് ഓർഗൻസ് കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ആഗ്രഹം ഇത്രയും പെട്ടെന്ന് താമസിക്കുന്ന ഒരു 3 മാസത്തിലത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ 5 സെൻസ് ഓർഗൻസ് കൊണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതാണ്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.